സകലം പറയാൻ ഇനി അധിക സമയം വേണ്ട. എന്റെ ബ്രദർ അനന്തരാമൻ ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. ബ്രദർ വലിയ സന്തോഷിക്കല്ലേ വേണ്ടത്? സരള വളരെ സരളമായി സംസാരിക്കുന്നു. എന്റെ ടെൻഷൻ എനിക്കല്ലേ അറിയൂ. ഇതിനെന്തിനാ ടെൻഷൻ? എനിക്ക് കല്യാണമേ ആലോചിക്കണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ കഴിഞ്ഞ തവണ മഠത്തിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് പുറപ്പെട്ടു. എന്താണ് ബാലകൃഷ്ണൻ? വീട്ടുകാർ എന്റെ കല്യാണം നിശ്ചയിച്ചു. ബാങ്കിലേക്ക് ഇപ്പൊ മലയാളം വിളിച്ചു പറഞ്ഞു. വിവരങ്ങളൊക്കെ പറയാൻ ഇളയമ്മൻ അനന്തരാമനെ ഇങ്ങോട്ട് അയച്ചിട്ടുണ്ട്. ഞാനിപ്പോ എന്ത് ചെയ്യണം? ആണുങ്ങളായാൽ നട്ടല് വേണം. നിങ്ങൾ പ്രേമിച്ച് നടന്നപ്പം ഹംസത്തിന്റെ പണി ചെയ്തവൻ ഞാൻ. നിങ്ങൾ രജിസ്റ്റർ മാരേജ് ചെയ്തപ്പം ഒന്നാം സാക്ഷിയായി ഒപ്പിട്ടതും ഞാൻ. ബാക്കിയുള്ളവരെ വിഷമം നിങ്ങൾക്ക് അറിയണ്ടല്ലോ. കാര്യം തുറന്നു പറഞ്ഞാലോ? നന്നായിരിക്കും. അന്യജാതിക്കാരെ മഠത്തിന്റെ കോമ്പൗണ്ടിൽ പോലും കയറ്റാത്തവരെ അവിടെ ഉള്ളവര്. ആ നിലയ്ക്ക് ഞാനൊരു ക്രിസ്ത്യാനി പെണ്ണിനെ കെട്ടിയെന്നറിഞ്ഞാൽ എന്റെ തല കാണില്ല. കഞ്ഞിയ പരമകഞ്ഞി. എന്നെ എങ്ങനെയൊക്കെ പാര വെക്കാവുന്ന ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുക. എന്റെ ഭഗവാനെ, അവരും ഞെട്ടി. ഈ ക്രിട്ടിക്കൽ കണ്ടീഷനിൽ പ്ലാനിങ് ഒന്നും സമയമില്ല. ബാലകൃഷ്ണ, സരളേ, എന്നെ സഹായിക്കാനുള്ള ശക്തിയും ബുദ്ധിയും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. ഒന്ന് പറയേ. നിർത്ത്. ബെല്ലടിച്ച് നാട്ടുകാരെ കൂട്ടണ്ട. ഞാനിവിടെ ഉണ്ട്. അത് നീ എന്തിനാ ബാങ്കിൽ ഓടി പോകുന്നത്? ഞാൻ വരുന്ന ഒരു മെല്ലെണ്ണ ഫോൺ ചെയ്ത് ചൊല്ലില്ല. ചൊല്ലി എല്ലാം ചൊല്ലി എന്റെ ടെൻഷനില്ല ഞാൻ ഇങ്ങോട്ട് ഓടി പോകുന്നു. സ്വാഭാവിക ചെറുപ്പത്തിലെ ടെൻഷനായോ? ടെൻഷൻ അല്ലല്ലോ, ടെൻഷൻ. അതിന് നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? എനിക്ക് തിരുമണം വേണ്ടാന്ന് എത്ര തവണ പറഞ്ഞതാ. കുടുംബത്തിൽ കുഞ്ഞുങ്ങൾ ജനിക്കില്ല. എന്തിനൊരു പെണ്ണിന്റെ കണ്ണീരോട് കാണണം. ടെൻഷൻ ആയതിനു ശേഷം നിത്യബ്രഹ്മചാരിയായി കാശിയിൽ പോയി തപസ്സിരിക്കണമെന്നാണ് എന്നോട് ആശ. എനിക്ക് മാരേജേ വേണ്ട. ഗുഡ്, വെരി ഗുഡ്. തമ്പി, അണ്ണൻ കല്യാണം കഴിക്കാതിരിക്കുമ്പോ തമ്പിയുടെ മാരേജ് നടക്കக்கூടാതെ അത് പറയാൻ ഞാൻ വന്നത്. കല്യാണകൃഷ്ണസ്വാമി ഉപദേശിച്ച് എങ്ങനെയെങ്കിലും കല്യാണത്തിന് സമ്മതിപ്പിക്കാനാണ് നിന്നോട് പറഞ്ഞു വിട്ടത്. എന്നിട്ട് കാലു മാറുന്നു. അണ്ണൻ കല്യാണം കഴിക്കാതിരിക്കുമ്പോ അനിയന്റെ കെട്ടിറങ്ങാൻ അണ്ണനായ എനിക്ക് എന്തെങ്കിലും ബലഹീനത ഉണ്ടെന്ന് നാട്ടുകാർ കരുതും. അത് സത്യം. അതിനാലെ എന്റെ കല്യാണം നടക്കാതിരിക്കാൻ അണ്ണൻ എനിക്ക് മാക്സിമം ഹെൽപ്പ് ചെയ്യണം. നീ കഥവ് തുറക്ക്, വീടൊക്കെ കാണട്ടെ. അത് വേണോ? അതെന്താ? അല്ല, നമുക്ക് പുറത്തുപോയി ആഹാരം കഴിച്ചിട്ട് തിരിച്ചു വരാം. വീടൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് പുറത്തുപോയി ആഹാരം കഴിക്കാം. ഒന്ന് തുറന്നു കൊടു സ്വാമി, ഞാനും ഒന്ന് കാണട്ടെ. നിന്നെ കേട്ടില്ല. അതിന് സ്വാമിയാർ മഠമുണ്ടല്ലോ. ഞാൻ സ്വാമിയാർ മഠത്തിൽ ജനിച്ചതല്ലേ. മഠത്തിന്റെ ആചാരങ്ങളൊക്കെ ഞാൻ തെറ്റിക്കില്ല. അന്യജാതിക്കാരനെ വീട്ടിനകത്തോട്ട് കയറ്റുന്ന പ്രശ്നമേ ഇല്ല. അത് കറക്റ്റ്. പണിയാ, നീ എവിടെ നില്ലേ? തുറക്ക്. എന്നടാ പൈത്യം മാതിരി? ഇതിവിടുത്തെ ഒരു സ്റ്റൈലാ. ഇതെന്റെ ഒരു ഫ്രണ്ടിന്റെ മുറിയാ. ഞങ്ങൾ വാടക ഷെയർ ചെയ്താണ് ഇവിടെ കഴിയുന്നത്. അപ്പടിയാ? എനിക്ക് ഉള്ള കയറ വേണ്ട. കിച്ചണെങ്കിൽ നല്ല പശി. കണ്ടവാ. ദോശ, നീ പെരിയ ചമയക്കാരനായി പോയല്ലോ. ദോശ പ്രഭാതം. ചട്നി ഇരിക്ക നിറയെ ഇருக்கு. നല്ല സാപ്പിട്. ഞാൻ എന്ത് വേണമെങ്കിലും തരാം. ബട്ട് അന്നാ നീ എന്നെ സഹായിക്കണം. അതിനു മുമ്പ് നീ എന്നെ ഒന്ന് സഹായിക്കണം. നീ കല്യാണം കഴിച്ചാ പിന്നെ എന്റെ കല്യാണം നടക്കാതെ നിത്യബ്രഹ്മചാരി എന്നെ പൂജാരിയാക്കാൻ അണ്ണന്മാരുടെ പ്ലാൻ. കല്യാണം കഴിച്ചിട്ട് എനിക്ക് അമേരിക്ക പോണോടാ. അതിന് അമേരിക്കയിൽ ഉടുപ്പി ഹോട്ടലൊന്നും ഇല്ലല്ലോ പ്ലേറ്റ് എഴുതാനായിട്ട്. നിവേദ്യ പാത്രങ്ങൾ കഴിയാനല്ലാതെ അങ്ങനെ പൂജാവിധികൾ വല്ലതും അറിയൂ? കളിയാക്കാതെ എന്നെ എത്രയും പെട്ടെന്ന് കൊണ്ടുപോകണമെന്നും പറഞ്ഞ് ഞാൻ ശങ്കരണ്ണന് കത്തെഴുതിട്ടുണ്ട്. ശങ്കരണ്ണന് സന്യാസ തുടങ്ങാറായെന്ന് അസ്ട്രോളജർ രാമയ്യ പറഞ്ഞത് എപ്പോഴും ശരി. എന്താ? ഒന്നുമില്ല. അമേരിക്കയിൽ നിന്ന് തിരിച്ച് ഞാനൊരു വരവ് വരും. അപ്പോഴും നീ ബാങ്കിൽ വല്ലോന്റെയും പണം എണ്ണി ഇരിക്കും. അതേ ബാങ്കിൽ 10,000 ഡോളർ ഇടാൻ ഞാൻ വരുമെന്ന് ഞെട്ടരുത്. അങ്ങനെ അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ ശങ്കരണ്ണന് ഞാനും എഴുതാം. തൽക്കാലം ഇവിടുന്ന് ശീഘ്രം പോ. അതെന്താ? എന്റെ കൂടെ താമസിക്കുന്നവൻ ആ ഒരു ഭ്രാന്തനാ. താടി വെച്ച് ആരെ കണ്ടാലും അവൻ ഒലക്കെടുത്ത് തലക്കടിക്കും. പാവം അവന്റെ അച്ഛൻ ശബരിമലയ്ക്ക് മാലയിട്ട് താടി വളർത്തിയപ്പം ഒലക്കെടുത്ത് തലക്കടിച്ച് കൊന്നു. മെന്റലായതുകൊണ്ട് കോടതി ഇവിടെ വെറുതെ വിട്ടു. അപ്പടിയാ? അന്ന് വേഗം സ്ഥലം വിടും. അവൻ ദോഷമില്ലാൻ വരാൻ സമയമായി. കടവുളേ, എടാ നീ എനിക്കൊരു വാക്ക് തരണം. ഒരിക്കലും നീ കല്യാണം കഴിക്കില്ലെന്ന്. ഇനി ഒരിക്കലും ഞാൻ കല്യാണം കഴിക്കില്ല. ഇത് സത്യം സത്യം സത്യം. കല്യാണകൃഷ്ണസ്വാമിയെ കാണാൻ വന്നതാ. ബാങ്കിൽ വിളിച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നില്ല പറഞ്ഞത്. ആ വാതിൽ തുറന്നെടുക്കല്ലേ, പുള്ളിക്കാരൻ എത്തിയിട്ടുണ്ടാവും. ആയിട്ടുണ്ടോ നോക്കട്ടെ. അല്ല, കുട്ടിയാണ്. ഞാൻ മിസ്സസ് കല്യാണകൃഷ്ണൻ.
മിസ്സിസ് കല്യാണകൃഷ്ണനോ? കല്യാണം കഴിക്കാത്ത കല്യാണകൃഷ്ണൻ മിസ്സിസോ? ഓടി പോന്നോ? ആശുപത്രിയിൽ ഇത് മരുന്ന് വെച്ചില്ലേ? മരുന്നോ? ഗോപാലകൃഷ്ണന് എന്താ പറ്റിയേ? മുകളിലേക്ക് പോ. ദേ വാതിൽ തുറന്നെടുക്കുന്നതല്ലേ, പുള്ളിക്കാരൻ വന്നിട്ടുണ്ട്. ചോറ് കഴിഞ്ഞു കൊടുക്കട്ടെ. ദേ ഈ ഗോപാലകൃഷ്ണന്റെ തലയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്നോടെ മരുന്ന് കഴിച്ചോന്ന്. അതെ, നീ എന്താ മരുന്ന് കഴിക്കാഞ്ഞത്? ഭ്രാന്താശുപത്രി ജീവനക്കാർ മിന്നൽ പണിമുടക്ക് നടത്തിയെന്ന് പത്രത്തിൽ വായിച്ചപ്പോഴേ ഞാൻ കരുതിയതാ കുറെ നാളൊന്ന് ചാടിപ്പോകുന്നു. ഗോപാലകൃഷ്ണ, പ്രശ്നം ഉണ്ടാക്കാൻ ഇവിടെ പിടിച്ചോണ്ട് പോകും. ആരാത്? മോളിലത്തെ ഗോപാലകൃഷ്ണന്റെ അനിയത്തിയാ, തലയ്ക്ക് ലൂസാ. എന്നിട്ട് അവൾ കല്യാണ സമയത്ത് മിസ്സിസ് ആണെന്ന് പറഞ്ഞു. ഓ, ഇല്ല എന്റെ പേരാണ് പറഞ്ഞത്. ഓരോ ദിവസം ഓരോരുത്തരുടെ പേര് പറയും. അവൾ അങ്ങനെയാ. ഒരു പ്രേമം തകർന്ന ഷോക്കിൽ നിന്നുണ്ടായ വട്ട. ആരെ കണ്ടാലും ഭർത്താവാണെന്ന് പറയും. കഷ്ടം. അത് കൊള്ളാലോ. എന്നിട്ട് അവൾ എന്റെ പേര് പറഞ്ഞില്ലല്ലോ. പറയും. പട്ട് പകർത്തല്ലോ. എനിക്ക് പോരൂ. അയ്യോ, ഇതിലെന്തോ കളിയുണ്ട്. ഞാൻ പറയാം, എല്ലാം പറയാം. വേണ്ട, നീ ഒന്നും പറയണ്ട. എനിക്കെല്ലാം മനസ്സിലായി. ഇപ്പൊ തന്നെ ഞാൻ മറിച്ചപ്പോ എല്ലാവരോടും പറയും. ഒരു ബ്രഹ്മചാരിയല്ലേ? പറയുന്നത് കേൾക്കരുത്. പ്രശ്നമില്ല. നീ എന്ന ചരിത്രയിൽ കളിയാ കളിക്കും. ഒരാള് പിടി, ഒരാള് കളി. നടങ്ങ്, ഞാൻ എല്ലാം പറയാം. നീ സമയം ചതിക്കരുത്. പിടി. കല്യാണം കഴിക്കാത്ത ബ്രഹ്മചാരിയാണെന്ന് പറഞ്ഞു നടന്ന കള്ളോ. ഞാൻ ഇത് പഠിപ്പിച്ചെന്ന് പറയും. കാല വെച്ചു കേട്ടപ്പോ കൈയെടുക്കാൻ എന്റെ സമയം. കല്യാണത്തിന് കാര്യം പറയട്ടെ. എനിക്ക് ഇത്രയും മതി. ഇവൻ പെണ്ണ് കെട്ടിയെന്നെ തെളിച്ചു. ഇവൻ കെട്ടിയ പിന്നെ എന്റെ കല്യാണം നടക്കില്ല. നിത്യ ബ്രഹ്മചാരിയായ ഞാൻ പിന്നെ പൂജാരിയാകേണ്ടി വരും. ഇത് ഞാൻ കലക്കും. മണിയാ, ഞാനിനി എന്ത് ചെയ്യൂടാ? സത്യം പറ, സ്വാമി കല്യാണം കഴിച്ചോ? അങ്ങനെ പറ്റിപ്പോയി. പെണ്ണ് നടത്തിയാ? ഇവിടെ അടുത്തുള്ള ബ്രാഹ്മണ സമൂഹം വക അനാഥാലയത്തിലെ ഒരു അനാഥ കുട്ടിയാ. അയ്യോ, അനാഥോ? സ്വാമിയുടെ സമയം വളരെ മോശം. മണത്തിലാരും ഇത് അറിയണ്ട. മണിയ, നീ എന്നെ രക്ഷിക്കണം. നടുക്കടലിൽ ചെന്ന് നിന്നിട്ട് രക്ഷിക്ക് മണിയാന്ന് പറഞ്ഞാൽ ഞാൻ എന്തോ ചെയ്യും? ഞാനും നിന്നിട്ടാവില്ലേ? നിനക്കല്ലാതെ ഈ സാഹചര്യത്തിൽ വേറെ ആർക്കും എന്നെ സഹായിക്കാൻ പറ്റില്ല. ശരി, സമ്മതിച്ചു. പക്ഷെ ഞാനും ഭാഗ്യലക്ഷ്മിയായുള്ള സ്നേഹബന്ധം പോവാൻ സ്വാമി വളമിടണം. ഒരേ കത്തുമ്പം വാഴ വെട്ടരുത് മണിയാ. വളമല്ല, ഒരു ചാണകം ഞാൻ ഇറക്കി തരാം. പോരെ, നീ എന്നെ ഒന്ന് സഹായിക്കണം. എന്താ ആരും ഒന്നും മിണ്ടാത്തത്? മഠത്തിൽ ആർക്കും വേണ്ടാത്തവൻ ഞാനാണല്ലോ. പഠിക്കാത്തവൻ, വിവരം കെട്ടവൻ, കഴുത. അവനാണല്ലോ കുടുംബത്തിലെ മാണിക്യം. എന്നിട്ടിപ്പോ എന്തായി? അവനെ ഇനി ഈ പഠിക്കകത്ത് കയറ്റരുത്. ആ ബന്ധം മുറിച്ച് അവനെ ബ്രഹ്മചാരിയാക്കണം. മഠത്തിൽ കേട്ടായിരുന്നാൽ മാണിക്കേട്ട് പോകുമോ? എന്നാലും മഹാഭാവി അവൻ ഇപ്പടി ചെയ്തല്ലോ മൃഗ. ത്രിമൂർത്തികൾ വാഴുന്ന മച്ചിന് വീഴെ അന്യമതക്കാരെ കുടിയിരുത്തിയില്ലേ? മഠത്തേക്ക് ശാപം വീഴുന്ന അന്നേ എനിക്ക് തോന്നിയതാക്കും. എല്ലാത്തിനും കാരണം ഇവൻ താൻ. ഓഹോ, അവൻ തോന്നിയാത്തം കാണിച്ചതിനും കുറ്റക്കാരൻ ഞാൻ. അവൻ കെട്ടിയ സ്ഥിതിക്ക് മൂത്തവനായ ഞാനിനി മിശ്രബ്രഹ്മചാരിയായി പോകുമല്ലോ. അമ്മാ, എന്റെ ആശ എല്ലാമേ പോച്ചു. പഴനിയാണ്ടവാ, இந்த சாமியார் மடத்துணி கௌரவமே போச்சு. இனிமே நான் என்னடா செய்வேன்? இப்படி செஞ்சுட்டியடா. ചെയ്യാനൊന്നുമില്ല. തൃശ്ശൂർക്ക് ചെല്ല, കൊടുവാണ് കൊണ്ട് അവന്റെ കഴുത്ത് വെട്ട, ജയിലിൽ പോവാ, മഠത്തിന്റെ മാനം കാക്കാൻ. ஐயோ, തിരിച്ചാവല്ലവാ, அப்படியெல்லாம் ஒண்ணும் செய்யாதடா. பொண்ணை பாக்குறதுக்கு லட்சணமா இருக்கா. തല്ലാനും കൊല്ലാനൊന്നും പോവണ്ട. പടിയടച്ച് പിണ്ടം വെക്ക. ஐயோ, ലക്ഷ്മി നാരായണ, എടുത്ത് ചാടി ഒന്നും ചെയ്യ വേண்டாം. അനന്തം പറയണ സത്യമാണെന്ന് എങ്ങനെ അറിയാം? இந்த போட்டோவை பார்த்துட்டு அவன் கல்யாணம் செஞ்சாச்சுன்னு நாம முடிவு செய்ய கூடாது. അപ്പോ പോയി നേരിലെ പാரு. ஆமா, திருச்சூருக்கு போய் அவனை நேரா பாரு. அதுக்கப்புறம் நாம ஒரு முடிவுக்கு வரலாம். அதுக்கு முன்னால இத பத்தி இனிமே இங்க யாரும் ஒண்ணும் பேசக்கூடாது. கல்யாணம் கிருஷ்ணா, நான் கேக்குறதெல்லாம் உண்மையாடா? അല്ല, ഇതുവരെ പാക്ക് ചെയ്ത് കഴിഞ്ഞില്ലേ? വെറുതെ റെഡിയാ ഒന്ന് പറഞ്ഞ് ഇറങ്ങി പോയാൽ മതിയോ? എന്താ പ്ലാൻ? എല്ലാം പോകുന്ന വഴിക്ക് വിശദമായി പറഞ്ഞുതരാം. അതിന് ബാങ്കിൽ ലീവ് എഴുതി കൊടുക്കണ്ടേ? അതെല്ലാം ഓക്കെ, നീ വേഗം ഇറങ്ങാൻ നോക്ക്. ആണുങ്ങളായ കുറച്ച് ചങ്കൂറ്റൊക്കെ വേണം. ചങ്കൂറ്റം ഉള്ളതുകൊണ്ടാ നിന്റെ കഴുത്തിൽ താലി കെട്ടിയതും ഒന്നിച്ചു പൊറുക്കാൻ തീരുമാനിച്ചതും. ആ ചങ്കൂറ്റ ഇപ്പൊ എവിടെ പോയി? എന്റെ പൊന്നുമോളെ, തർക്കിച്ചിരിക്കാൻ സമയമില്ല. ആ അനന്തേട്ടൻ മഠത്തിൽ ചെന്ന് പാര വയ്ക്കും, ഉറപ്പാ. കൂടും പൊളിച്ച് പട്ടന്മാരെല്ലാം കൂടെ പടയോടെ ഇങ്ങോട്ട് വരും. അതിനു മുമ്പ് നമുക്ക് രക്ഷപ്പെടണം. ആട്ടെ, എങ്ങോട്ടാ യാത്ര?
വീരപ്പന്റെ വീട്ടിലേക്ക്. അതാരാ? നിന്റെ അപ്പൂപ്പൻ. ഈ ഒരു തിരുപ്പതിയിലേക്ക്. മഠത്തിലുള്ളവർ കല്യാണകൃഷ്ണനെ അന്വേഷിച്ച് കാണാതെ വരുമ്പോ പത്രത്തിലൊരു പരസ്യം കൊടുക്കും. പരസ്യോ? ആ, കണ്ടവരുണ്ടോ പരസ്യം? കല്യാണകൃഷ്ണ, നീ മടങ്ങി വരൂ, നിന്റെ വിവാഹം ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു, തിരുമ്പി വാ തമ്പി. അതുവരെ മുങ്ങണം. ഇന്ന് ഇവിടെ മുങ്ങിയ പരസ്യം വന്നാലേ പൊങ്ങാവൂ. മുങ്ങിയാട്ടെ, മുങ്ങിയാട്ടെ. എളുപ്പവാ. ചെരുപ്പ്. ദാ, പിടിച്ചാട്ടെ, പിടിച്ചാട്ടെ. പാര്, കണ്ണ് നിറയെ പാര്. ഞാനന്ന് പറഞ്ഞപ്പോ എല്ലാവർക്കും സംശയമായിരുന്നില്ലേ? ഏതാടാ ഈ പെണ്ണ്? അത് പിന്നെ വിൽക്കാൻ വിഴുതൊന്നും വേണ്ട. ചൊല്ലി തമ്പി ചൊല്ല്, ഇന്ന പൊണ്ണ് യാരെന്ന്. നിനക്ക് ഇവക്ക് എന്നാ സംബന്ധം? അതറിഞ്ഞിട്ട് വേണം നിന്റെ പിണ്ടം വെക്കാനും അടിയന്തരം നടത്താനും. ചൊല്ലടാ, ഏതാ ഈ പെണ്ണ്? ഭാര്യ അല്ലാതെ ആര്? ഇവന്റെ കല്യാണം കഴിഞ്ഞു. ഇനി രണ്ടുപേരെ മഠത്തിലേക്ക് വിളിച്ചോണ്ട് വെക്കോ. ചെലവ് പറഞ്ഞില്ലേ? മഠത്തിന്റെ മാനം കെടുത്തിയ നിന്നെ ഞാൻ കൊല്ലും. ഗിരിജാവല്ലഭാ, നീ ബഹളമൊന്നും ഉണ്ടാക്കണ്ട. എന്താ സംഭവിച്ചതെന്ന് തുറന്നു പറയട്ടെ. ഇവള് നിന്റെ ആരാടാ? എന്റെ ഭാര്യ. കല്യാണകൃഷ്ണ, മന്നിക്കണം. അങ്ങനെ ചെയ്യേണ്ടി വന്നു. ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കണം. നിന്റെ പേരെന്താടി? അത് ശിവകാമി, ശിവകാമി സ്വാമിനാഥൻ. ശിവഗാമി. ശിവഗാമി സ്വാമിനാഥനോ? അതെ, ഏത് മഠത്തിലെയാ? പാലക്കാട് ഊരുമഠത്തിലെ. പാലക്കാട്ടെ? ഇപ്പൊ താമസിക്കുന്ന കോയമ്പത്തൂര്. ഊരുമഠത്തിലെയോ? അതെ. ഊരുമഠത്തിലെ സ്വാമിനാഥന്റെയോ? റെയിൽവേയിലെ ഡിവിഷണൽ എഞ്ചിനീയർ? അതെ അതെ, ഇപ്പൊ റിട്ടയർ ചെയ്തു അല്ലേ? അവൻ 10ാം ക്ലാസ് വരെ എന്റെ കൂടെ പഠിച്ചതാ. ഇപ്പൊ എങ്കിരിക്കും ശിവഗാമി? മരിച്ചുപോയി. ഒരു മേജർ ഹാർട്ട് അറ്റാക്ക്. ഇപ്പൊ ഇവളുടെ അമ്മാവൻ സുബ്ബരാമയ്യരുടെ കൂടെയാണ് താമസം. റിട്ടയർഡ് അഡ്വക്കേറ്റ് ജനറൽ. തല്ലാനും കൊല്ലാനും പടിയടച്ച് പിണ്ണം വെക്കാനെന്നും പറഞ്ഞ് പോയിട്ട് ഊരുമടക്കാരെന്ന് കേട്ടപ്പോ എല്ലാരും ഊരിക്കൊണ്ട് ഇങ്ങോട്ട് പോന്നു. ചുംബൻ നിർത്ത. ഊരുമടക്കാരെ പറ്റി നിനക്ക് എന്തറിയാം? നമുക്കൊന്നും അവരുടെ പഠിപ്പുര കിടക്കാനുള്ള യോഗ്യതയില്ല. സ്വാമിനാഥന്റെ പെരിയപ്പ കൊച്ചി രാജാവിന്റെ ദിവാനായിരുന്നു. ദിവാൻ പേഷ്കാർ ആദിശേഷയ്യ തെരിയുമാ? ആദിയും അന്തവുമില്ലാത്ത കാര്യമാണ് അവൻ ചെയ്തത്. ആദിശേഷയ്യരുടെ മഹത്വം പറഞ്ഞു നിൽക്കാതെ പടിയടിച്ച് പിണ്ണം വെക്കണ്ട. ആദ്യം നിന്റെ വീട്ടിൽ വയ്ക്കേണ്ടത്. ഉടവളിയെ നടന്നത് നടന്നു. രണ്ട് മഠക്കാരുമായി ആലോചിച്ച് അഗ്നിസാക്ഷിയായി തീരുമാനം നടത്താം. ഞാൻ അപ്പടിയാ കല്യാണകൃഷ്ണനോട് ചൊല്ലിയത്. അത് ശരിയാ, മാനം കാക്കാലോ. പറഞ്ഞതൊക്കെ ഞാനും കേട്ടു. പക്ഷെ എനിക്ക് ഇതിനോടൊന്നും യോജിപ്പില്ല. ഇനി ആരും ഒന്നും പറയണ്ട. സീതാരാമൻ ചൊന്നതാ ശരി. നടന്നതൊന്നും നാട്ടുകാരെ അറിഞ്ഞിട്ടില്ലല്ലോ. തിരുവോണം നടന്ന വിവരം പുറത്തു പറയണ്ട. ആചാരം പോലെ എന്നെ പെണ്ണു കാണലും കല്യാണവും ഒക്കെ നടക്കട്ടെ. നല്ല നാൾ പാത്ത് ഒന്നപ്പാക്ക പോണം. നീ ഒന്നും പറയണ്ട.